ഇന്ന് രാത്രിത്തെ റഹബോത്ത് മീറ്റിംഗ് കർത്താവെ എല്ലാവർക്കും കഴിഞ്ഞ ദിവസങ്ങളെ പോലെ അനുഗ്രഹമായി തീരണമേ. വലിയൊരു മിറക്കിളാക്കി സ്വർഗം തീർക്കുമാറാകണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇന്ന് രാത്രി ശുശ്രൂഷയ്ക്ക് കടന്നു വരുന്ന ഡാഡി പ്രോഫറ്റ് ലിബിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഓ വി ബ്ലെസ് ദാറ്റ് പ്രോഫറ്റ് ഡാഡി. ഓ വി ബ്ലെസ് ഹിസ് മിനിസ്ട്രി ഡാഡി. We bless his house. Hallelujah. All his family members, his children, everyone, Daddy. Oh, he കർത്താവ് ഞങ്ങളുടെ അഭിഷിക്ത ലോഡ് ഇന്ന് രാത്രിക്ക് ഞങ്ങളോട് കർത്താവ് ചെയ്യാൻ പോകുന്ന എല്ലാ നന്മകൾക്കായി, എല്ലാ കൃപകൾക്കും, എല്ലാ വാഗ്ദത്തങ്ങൾക്കായി, എല്ലാ ദൈവിക ആലോചനകൾക്കായി we thank you, Lord. We praise you, Daddy. Kudala shakaraba. Daddy, we are starting this month. Hallelujah. Prayerfully, faithfully, fully trusting in you, Daddy. Kudala shakaraba. May this month, hallelujah, we have, hallelujah, received a lot of miracles in the month of, hallelujah, May. Daddy, this June month, we are going to receive great miracles from you, Daddy. For that, we praise you. We lift up your name, Jesus. We thank you, Jesus. Oh, we thank you, Holy Spirit. Hallelujah. Appa, angade hidaprakaram ഞങ്ങളെ നടത്തണമേ കർത്താവേ. ഓടിമാരാ ശാഖാരാബ. ഞങ്ങളുടെ ഒരു കുഞ്ഞിനെ പോലും ശത്രു തൊടുവാൻ കർത്താവ് അനുവദിക്കരുത്. ആരും രോഗികളായി തീരരുത് കർത്താവേ. ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേലെല്ലാം വലിയ ദൈവപ്രവൃത്തി നടക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഒരു സാക്ഷ്യം കേൾപ്പിക്കാൻ പോകുന്നല്ലോ. ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ കർത്താവേ ഇന്ന് രാത്രിയും ഈ മീറ്റിംഗിനകത്ത് കർത്താവ് സാക്ഷിക്കാൻ പോകുന്നതിനായി സ്തോത്രം. കർത്താവിന്റെ നാമം ഉയർത്തപ്പെടട്ടെ കർത്താവേ. ഞങ്ങളുടെ തലമുറകളെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെ എല്ലാം we covering under the blood of Jesus. We are covering all the houses under the blood of Jesus. ഓ റീമാനാ ശാഖാരാബ. കർത്താവയുടെ ഏഞ്ചൽസ് ഇറങ്ങി നിൽക്കുന്നതിനായി സ്തോത്രം. ഓ ശുശ്രൂഷയ്ക്ക് സഹായമായി ഓ പരിശുദ്ധാത്മാവ് കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം. കർത്താവെ ഹാലയിൽ കടന്നു വരുന്ന എല്ലാ മക്കളെ ദൈവം അനുഗ്രഹിക്കണമേ കർത്താവെ. സന്തോഷത്തോടെ ആത്മാവിൽ സന്തോഷം പ്രാപിച്ച് കർത്താവെ ഹാലയിൽ ആശ്വാസം പ്രാപിച്ച് ദൈവശബ്ദം കേട്ട് കർത്താവെ ഇന്ന് രാത്രി മടങ്ങുവാൻ സ്വർഗ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യോടന്തം പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണം. സകല പ്രാർത്ഥനയാചനയെ കുഞ്ഞിനെ യേശു രക്താമറിക്കുന്നു. ഈ ഭവനത്തെ അപ്പന്റെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ, കർത്താവെ ഞങ്ങളെ കുറവുകളെ ക്ഷമിക്കണമേ കർത്താവെ. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി കാണുവാൻ സ്വർഗ ഇടയാക്കുമാറാകണം കർത്താവെ. ദൈവത്തിന്റെ വലിയ അത്ഭുതങ്ങൾ ഇന്ന് രാത്രി ഞങ്ങൾ പ്രാപിക്കാൻ പോകുന്നതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നമുക്കൊരു കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്കൊരു പാട്ട് പാടി കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ചിട്ട് ഹല്ലേലൂയ നമ്മുടെ ഷീബാസിനെ കർത്താവ് ചെയ്ത വലിയ പ്രവൃത്തികളെ കുറിച്ച് ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ സാക്ഷിക്കും. അത് കഴിഞ്ഞ് നമ്മൾ വേഗം വചന ധ്യാനത്തിലേക്ക് കടക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അതിശയമേ യേശുവിൻ സ്നേഹം, ആനന്ദമേ ആയതിൻ ധ്യാനം, ആഴമുയരം നീളം വീതി, ആഴമുയരം നീളം വീതി, ആർക്കു ഗ്രഹിക്കാം
അതിശയമേ യേശുവിൻ സ്നേഹം, ആനന്ദമേ ആയതിൻ ധ്യാനം, ആഴമുയരം നീളം വീതി, ആഴമുയരം നീളം വീതി, ആർക്കു ഗ്രഹിക്കാം നിൻ പ്രേമം, ആർക്കു ഗ്രഹിക്കാം. ഹല്ലേലൂയ. ഓ കർത്താവിന്റെ സ്നേഹത്തെ വർണ്ണിക്കാൻ ഹാലയിൽ നമ്മുടെ നാവ് പോരതേ മക്കളെ. ഹല്ലേലൂയ. അതിന്റെ ആഴവും നീളവും വീതി ലോകത്തിൽ ഒരു വ്യക്തിക്ക് അളക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ വലിയ സ്നേഹം പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകരപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഹല്ലേലൂയ. ഓ ഹോളി സ്പിരിറ്റ് ടേക്ക് ഓവർ ദിസ് മീറ്റിംഗ്. ഹാലബശേകോ റസികരബ. ഞങ്ങളെല്ലാവരെയും പരിശുദ്ധാത്മാവാൻ ദൈവമേ ഞങ്ങളെ നിറയ്ക്കണമേ, ഞങ്ങളുടെ കുറവുകളെ ക്ഷമിക്കണമേ. അങ്ങയുടെ നാമം ഇന്ന് രാത്രി ഞങ്ങളുടെ ഓരോ സ്തോത്രത്തിലും പ്രാർത്ഥനയിലൂടെയും വചനധ്യാനത്തിലൂടെയും ഉയർത്തപ്പെടുവാൻ സ്വർഗം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വം അപ്പച്ചന്റെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. സകല പ്രാർത്ഥനയാചനെ അപ്പച്ച കിട്ട കൃപയ്ക്കായി സ്തോത്രം. സാലോ ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ചു യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. ദൈവമക്കളെ, ഷീബ സിസ്റ്റർ കർത്താവ് തന്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതത്തെ കുറിച്ച് ഇപ്പോൾ നമ്മളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. നമുക്ക് ആ സാക്ഷ്യം കേൾക്കാമല്ലോ. ഷീബ സിസ്റ്റർ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം കർത്താവേ. കഴിഞ്ഞ മെയ് മാസത്തില് ചെയ്തൊരു അത്ഭുതത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. എൻ്റെ അമ്മയ്ക്ക് 2 വർഷമായിട്ട് യൂട്രസിന് കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. മാസം തോറും ചെക്കപ്പിന് കൊണ്ട് പൊയ്ക്കൊണ്ടിരുന്നു. ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ല. കഴിഞ്ഞ മാസം ഞാൻ എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ എൻ്റെ അമ്മയ്ക്ക് സുഖം കൊടുക്കണേ. ഒത്തിരി പ്രായമായതുകൊണ്ട് അവർക്ക് ഓപ്പറേഷൻ ചെയ്യാനും അങ്ങനെ ഒന്നും പറ്റില്ല. എനിക്കാണെങ്കിൽ എൻ്റെ ജോലി അങ്ങനത്തെ ജോലിയാണ്, അതുകൊണ്ട് ലീവ് എടുത്തിട്ട് പോകാനും പറ്റില്ല. എന്നാൽ കഴിഞ്ഞ മാസം ചെക്കപ്പിന് പോയപ്പോഴ് ഡോക്ടർ തന്നെ അതിശയിച്ചു പോയി. ടെസ്റ്റ് ചെയ്തിട്ട് ദൈവമേ അത് അവിടെ കാണാനേ ഇല്ല. അതൊരു ഭയങ്കര ഒരു അത്ഭുതമായിട്ട് അവര് തമ്മിലിരുന്ന് സംസാരിക്കുന്നത് എങ്ങനെ സംഭവിച്ചെന്ന്, അങ്ങനെ ഒരു അത്ഭുതം ദൈവം കഴിഞ്ഞ മെയ് മാസത്തിൽ ചെയ്തു. പിന്നെ ഈ കഴിഞ്ഞ സൺഡേ സർവീസിൽ 2 വർഷം കൊണ്ട് എൻ്റെ കാലില് ഭയങ്കര നീരും വേദനയും നടക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. കഴിഞ്ഞ ഈ സൺഡേയിലെ മീറ്റിങ്ങിൽ ദൈവം എനിക്ക് അത്ഭുതകരമായിട്ട് എനിക്ക് സൗഖ്യം നൽകി. ഇതുവരെയും ആ കാല് വേദന വന്നിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. എന്റെ സാക്ഷ്യം നിർത്തുന്നു. താങ്ക് യു സോ മച്ച് ഷീബ സിസ്റ്റർ. കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾക്കായി നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിച്ച് സ്തോത്രം ചെയ്യാം. നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും God is going to do wonders in this May month. Hallelujah. പലരും ആത്മീയ തലങ്ങളിൽ ചില ഷിഫ്റ്റിലേക്ക് നീങ്ങാൻ പോവുക, ചില നന്മകൾ നമ്മൾ പ്രാപിക്കാൻ പോവുക. കർത്താവ് നമ്മളെ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ശക്തമായി ഉപയോഗിക്കട്ടെ ദൈവമക്കളെ. റഹബൂത്തിലൂടെ എന്റെ ഏറ്റവും വലിയ ആഗ്രഹവും അതാണ്, നമ്മൾ ഓരോരുത്തരും കർത്താവിന് വേണ്ടി ജ്വലിക്കുന്നവരായി തീരട്ടെ. നമുക്ക് വേഗം വചന ധ്യാനത്തിലേക്ക് കടക്കാം. ഹല്ലേലൂയ. എഫെസ്യ ലേഖനത്തിന്റെ ഹല്ലേലൂയ 1-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യമാണ്. ഹല്ലേലൂയ. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മളെ ദൈവം തിരഞ്ഞെടുത്തതിന് ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട്. ഹല്ലേലൂയ. ആക്ച്വലി ഈ എഫെസ്യ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ ആരും വളരെ തീക്ഷ്ണതയോടെ പഠിക്കാത്ത ഒരു ലേഖനമാണ് എഫെസ്യ ലേഖനം. നമ്മൾ എത്ര ധ്യാനിച്ചാലും ആഴമേറിയ മർമ്മങ്ങളാണ് പൗലോസ് എഫെസ്യ ലേഖനത്തിൽ താൻ എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവിൽ നിന്ന് പ്രാപിച്ച് താൻ ജയിൽ കിടന്നപ്പോൾ ഹല്ലേലൂയ ആ ദുരസികാരവ കർത്താവ് കൊടുത്ത വെളിപ്പാടുകളാണ് എഫെസ്യ ലേഖനത്തിൽ. ഹല്ലേലൂയ. ലേഖനങ്ങളിലെ രാജ്ഞി എന്നാണ് എഫെസ്യ ലേഖനത്തെ കുറിച്ച് പറയുന്നത്. അതിൽ എഫെസ്യ ലേഖനത്തിൽ പൗലോസ് എഴുതിയിരിക്കുന്നത്.
Hallelujah. We should lead a Christ-centered life. എഫെസ്യ ലേഖനത്തിൽ ഉടനീളം ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത് നമ്മൾ എപ്പോഴും നമ്മുടെ ഒരു ജീവിതം ഹല്ലേലൂയ Christ-centered living ആയിരിക്കണം. ഹല്ലേലൂയ. അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നമുക്ക് അവിടെ വചനം വായിക്കുമ്പോൾ കാണാം, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു. അപ്പൊ ഈ എല്ലാ സ്പിരിച്വൽ ബ്ലെസ്സിങ്സും വരുന്നത് എവിടെ നിന്നാണ് ദൈവമക്കളെ? കർത്താവിൽ നിന്നാണ്. ഹല്ലേലൂയ. അതിന്റെ 3-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. ഹല്ലേലൂയ. അതിന്റെ 13-14 നമ്മൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തന്റെ സ്വന്തം ജനത്തിനെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രപ്പെട്ടിരിക്കുന്നു. നമുക്ക് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാൽ നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു. മാത്രമോ പരിശുദ്ധാത്മാവിനാൽ നമ്മളെ മുദ്രയിട്ടിരിക്കുന്നു. ഹല്ലേലൂയ. അവിടെ വചനം നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്, വിശുദ്ധരും നിഷ്കളങ്കരും ആകാൻ നാം ജീവിക്കേണ്ടതിന് നമ്മുടെ ജീവിതത്തിൽ എന്തിനാണ് ഹല്ലേലൂയ ഈ ആത്മീയ അനുഗ്രഹങ്ങൾ ഒരു രക്ഷിക്കപ്പെട്ട ദൈവ പൈതലിന്, ദൈവത്തിന്റെ ക്രൈസ്റ്റ് സെന്റേർഡ് ആയിട്ടുള്ള ഒരു ദൈവ പൈതലിന് സ്വർഗത്തിലെ കർത്താവ് തന്നത് നിഷ്കളങ്കരും വിശുദ്ധരുമായി ജീവിക്കാനാണ്. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും നമ്മുടെ ആംഗിളിൽ നിന്നാണ് പലപ്പോഴും നമ്മൾ വിശുദ്ധിയുടെ സ്കെയില് നമ്മൾ അളക്കുന്നത്. പക്ഷേ സ്വർഗത്തിലെ കർത്താവ് വചനത്തിലൂടെ നമ്മളോട് പറയുന്നു, കർത്താവിന്റെ വചനം ഹല്ലേലൂയ കർത്താവിന്റെ കണ്ണുകളിലൂടെ കർത്താവിന്റെ വചന പ്രകാരമുള്ള വിശുദ്ധിയും നിഷ്കളങ്കവുമായ ജീവിതമാണ് സ്വർഗത്തിലെ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദാറ്റ് മീൻസ് നമ്മുടെ ജീവിതത്തിൽ ഒരു ദിനം തോറും ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ നടക്കണമെന്ന് സ്വർഗത്തിലെ കർത്താവ് ആഗ്രഹിക്കുന്നു. ആംപ്ലിഫൈഡ് വേർഷൻ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളും നമ്മൾക്ക് തന്നിരിക്കുന്നത് ദൈവത്തിന്റെ പർപ്പസ് നിറവേറാനാണ്. അപ്പൊ നമുക്ക് ചോദിക്കേണ്ട ഒരു കാര്യമാണ്, കർത്താവ് സ്വർഗം നമ്മൾ ആയിരിക്കും രക്ഷിക്കപ്പെട്ടു, എനിക്ക് ആ കൃപാവരമില്ലല്ലോ, ഈ കൃപാവരമില്ലല്ലോ, എനിക്ക് അവരെ പോലെ അങ്ങനെ ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. ഇല്ല, സ്വർഗത്തിലെ കർത്താവ് ഇപ്പൊ നമ്മൾ വായിച്ച വചനം എന്താണ്? എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളാലും എല്ലാവരെയും നിറച്ചിട്ടുണ്ട്. പക്ഷെ ആ കൃപാവരങ്ങൾ, എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളും നമുക്ക് ദൈവം തന്നിരിക്കുന്ന എന്തിനാണ് ദൈവമക്കളെ? ദൈവത്തിന്റെ പർപ്പസ് ഈ ഭൂമിയിൽ നമ്മളിൽ നിറവേറാനാണ്. ഹല്ലേലൂയ. പക്ഷെ ഈ പർപ്പസിൽ നിന്ന് നമ്മളെ അകറ്റാൻ ദിനം തോറും നമ്മുടെ ജീവിതത്തിൽ പല പ്രതികൂലങ്ങൾ, പല ശത്രുവിന്റെ അറ്റാക്കുകൾ, പല ടെംപ്ടേഷൻസ്, രോഗത്തിന്റെ അവസ്ഥ ഒക്കെ വരും. ഹല്ലേലൂയ. പക്ഷെ അവിടെ സ്വർഗത്തിലെ കർത്താവ് നോക്കുന്നത്, നമുക്കൊരു കാര്യം, നമ്മൾ ലോകക്കാരെ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കറിയാം, അവരെല്ലാം ഈ ഭൂമിയിലുള്ളത് നേടാൻ വേണ്ടി അവർ ഓടുകയാണ്. ഈ ഭൂമിയിലുള്ള റിസോഴ്സസ് ശേഖരിക്കുവാൻ, സമ്പത്ത് സ്വരൂപിക്കാൻ അവർ ഓടുമ്പോൾ ഹല്ലേലൂയ ദൈവമക്കൾക്ക് കർത്താവ് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളെ തന്നിരിക്കുന്ന എന്തിനാണ്? ദൈവത്തിന്റെ കിങ്ഡത്തെ ഈ ഭൂമിയിൽ കൊണ്ടുവന്ന് സകല ഈ ലോകത്തിന് നമുക്ക് എതിരായി നിൽക്കുന്ന സകല ലോക ശക്തികളെ ജയിക്കാൻ വേണ്ടിയാണ് ദൈവമക്കളെ. ഹല്ലേലൂയ. 2-ാമത്തെ ചാപ്റ്റർ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ പൗലോസ് എഴുതിയിരിക്കുന്നു, ഒരിക്കൽ നമ്മൾ ആത്മീകമായി നാം മരിച്ചവരായിരുന്നു. ഹല്ലേലൂയ. നമ്മൾ സ്പിരിച്വലി ഡെഡ് ആയിരുന്നു. നമുക്കറിയാം, ഏദൻ തോട്ടത്തിൽ അവർ പാപം ചെയ്ത ആദാമും ഹവ്വയും ദൈവത്തിൽ നിന്ന് സെപ്പറേറ്റഡ് ആയി, ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് നമുക്ക് കാണാം 4-ാം അധ്യായത്തിൽ കയീനും ഹാബേലും അവിടെ യാഗം കഴിച്ചു. അവർ തമ്മിൽ ഡിവൈഡായി. ഹല്ലേലൂയ. കയീൻ അവിടെ അവർ അകന്നുപോയി, ദൈവത്തിന്റെ പർപ്പസിൽ നിന്ന് അവർ വീണുപോയി. ഹല്ലേലൂയ. എന്നാൽ ആദാമിൽ നിന്ന് ഉത്ഭവിച്ച സേത്തിന്റെ മകന് ഈനോക്ക്, ഹല്ലേലൂയ, ഏനോക്കിനെ ആരാധന അവിടെ തുടങ്ങുകയാണ്. ഹല്ലേലൂയ. അവിടെയും ഒരു സെപ്പറേഷൻ വരികയാണ്. ഹല്ലേലൂയ. കയീൻ അവിടെ മെറ്റീരിയൽ പ്രോസ്പെറിറ്റിക്ക് വേണ്ടി, ലോകത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ആരാധിക്കുമ്പോൾ ഹല്ലേലൂയ അവിടെ ഈനോക്ക് ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി ഹല്ലേലൂയ ആരാധന
ആരാധന കഴിക്കുന്നു. പിന്നെയും നമ്മൾ പഠിച്ചു വരുമ്പോൾ നമുക്കറിയാം കർത്താവിന്റെ പർപ്പസ് ഇവരിലൂടെ നിറവേറുന്നില്ല. ഹല്ലേലൂയ. കർത്താവിന് ഈ ഭൂമിയിൽ ഒരു കൂട്ടം ജനത്തെ കർത്താവിന്റെ രാജ്യത്തിലേക്ക് കൊണ്ടുവന്ന് തന്റെ കൂടെ കൂട്ടായ്മ ആചരിക്കണം. അതാണ് ദൈവത്തിന്റെ പദ്ധതി. അങ്ങനെയാണ് കാലസമ്പൂർണ്ണത. യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്ന് മരിച്ചു, അടക്കപ്പെട്ടു, ക്രൂശിൽ നമുക്ക് ആ രക്ഷ ഒരുക്കിയത്. ഈ രക്ഷ ആക്ച്വലി ആദ്യം കർത്താവ് നമുക്കറിയാം സുവിശേഷവുമായി യഹൂദന്മാരുടെ അടുത്താണ് പോയത്. അവർ തള്ളിക്കളഞ്ഞപ്പോഴാണ് ജാതികളായി നമുക്ക് ലഭിച്ചത്. അതാണ് പൗലോസ് ഇവിടെ പറയുന്നത്. എഫേസ്യയിലെ 3-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ ത്രൂ ദ ക്രൂസിഫിക്കേഷൻ, കാൽവരി ക്രൂശിലൂടെ ജാതികളും യഹൂദന്മാരും എല്ലാം ഒന്നായി. ഹല്ലേലൂയ. അധുരസിക്കാര. ഇത് ദൈവത്തിന്റെ വലിയൊരു മർമ്മമാണ്. നമുക്കറിയാം, ഞാൻ ഈ ദിവസം ഒരു ഭവനത്തിൽ വളരെ വർഷങ്ങൾക്ക് ശേഷം ഒരു ഭവനത്തിൽ പ്രിയപ്പെട്ടവരെ കാണാൻ പോയപ്പോൾ, ഹല്ലേലൂയ, അവരെന്നെ ആദ്യം കാണുന്നത് വിഗ്രഹാരാധിച്ചു ആ ഹിന്ദു പാരമ്പര്യത്തിൽ നടക്കുന്ന എന്നെ ഇപ്പോൾ അവർ കണ്ടപ്പോൾ വളരെ വ്യത്യസ്തയായിട്ട് എന്നെ കണ്ടു. അവർ ചോദിച്ചു, എന്തായി മാറ്റത്തിന്റെ കാരണം? ഞാൻ എന്റെ കർത്താവിനെ കുറിച്ച് പറയുവാനിടയായി. അവർ ചോദിച്ചതാണ്, പെന്തക്കോസിലോട്ട് പോയോ? ഹല്ലേലൂയ. ഈ പെന്തക്കോസിന്റെ അനുഭവം ദൈവങ്ങളെ, ഈ പൗലോസ് ഇത്രയും വലിയൊരു മിസ്റ്ററി നമുക്ക് ലഭിച്ചിരിക്കുവാണ്. ഹല്ലേലൂയ. അനേകർക്ക് ഇത് ലഭിച്ചിട്ടില്ല. ഹല്ലേലൂയ. നമ്മൾ പഴയ നിയമം നോക്കിക്കേ, പഴയ നിയമത്തിലെ എത്ര വലിയ പ്രവാചകന്മാർ, എത്ര വലിയ വിശുദ്ധന്മാർ, ദൈവ പുരുഷന്മാർ ഉണ്ടായിരുന്നു. അവർക്കൊന്നും ഈ മിസ്റ്ററി ദൈവം വെളിപ്പെടുത്തി കൊടുത്തില്ല. ഹല്ലേലൂയ. പുതിയ നിയമത്തിലെ ക്രിസ്തുവിന്റെ മണവാട്ടിയായ നമുക്കാണ് ദൈവങ്ങളെ, ഹല്ലേലൂയ, ഓ റിക്കോ റസിഖാറബ, ഈ വലിയ മിസ്റ്ററി ദൈവം വെളിപ്പെടുത്തി തന്നു. നമ്മൾ എഫേസ്യ ലേഖനം ഹല്ലേലൂയ 3-ാം അധ്യായത്തിന്റെ ഹല്ലേലൂയ റിഖാറബസ്യ 5, 6, 7 നമ്മൾ വായിക്കും. ആ മർമ്മം ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവകാലങ്ങളിൽ മനുഷ്യർക്ക് അറിവായി വന്നിരുന്നില്ല. അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തയേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൻ പങ്കാളികളുമാകണമെന്നുള്ളത് തന്നെ. ആ സുവിശേഷത്തിന് ഞാൻ അവന്റെ ശക്തിയുടെ വ്യാപാര പ്രകാരം എനിക്ക് ലഭിച്ച ദൈവത്തിന്റെ കൃപാദാനത്തിൽ ശുശ്രൂഷക്കാരനായി തീരുന്നു. ഇവിടെ പൗലോസ് പറയുകയാണ്, ഞാൻ ഈ മർമ്മം എന്റെ ഉള്ളിൽ വെച്ചോണ്ടിരിക്കത്തില്ല, ഞാനിത് അനേകരോട് വിളിച്ചു പറയുവാൻ പോവാ. ഹല്ലേലൂയ. ഈ മിസ്റ്ററി എനിക്ക് ദൈവം വെളിപ്പെടുത്തി തന്നു. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ആ മിസ്റ്ററി ദൈവം വെളിപ്പെടുത്തി തന്നു. ഹല്ലേലൂയ. This mystery has been revealed to us. Hallelujah. How many of us are sharing this mystery to others, to the Gentiles? Hallelujah. ക്രിസ്തു അവിടെ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, I am the prisoner of Jesus Christ. ഞാൻ ക്രിസ്തു യേശുവിൽ ബദ്ധനായിരിക്കുന്നു. I am the prisoner of King of Kings. അതുകൊണ്ട് എനിക്ക് സൈലന്റ് ആയിരിക്കുവാൻ പറ്റില്ല. ഹല്ലേലൂയ. എന്റെ മേൽ കർത്താവ് ഒരു വലിയ ദൗത്യം ഇട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ എന്റെ ദൈവം ചെയ്തത് എന്താണെന്ന് ഹല്ലേലൂയ എനിക്കറിയാം. ഹല്ലേലൂയ. സോ ഈ മിസ്റ്ററി ഞാൻ സൈലന്റ് ആയിട്ട് വെച്ചോണ്ടിരിക്കത്തില്ല, ഞാൻ അനേകരോട് വിളിച്ചു പറയും. ഹല്ലേലൂയ. ആക്ച്വലി ദൈവങ്ങളെ, നമ്മളെ വർഷിപ്പ്, ആരാധന എന്ന് പറഞ്ഞ് നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ വർഷിപ്പ് ചെയ്യുമ്പോൾ കാൽവരി ക്രൂശിൽ കർത്താവ് നമുക്ക് എന്ത് തന്നു, എന്ത് ചെയ്തു തന്നു, നമ്മൾ ആരാണ്, ഹല്ലേലൂയ, what is our position now, ഹല്ലേലൂയ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്. അതിന്റെ മെയിൻ മർമ്മങ്ങൾ നമ്മൾ എഫേസ്യ ലേഖനം നിങ്ങൾ ഇത് കഴിഞ്ഞ് വായിച്ചു നോക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട് പൗലോസ് എന്താണ്, അതിക്രമങ്ങളും പാപങ്ങളുമായി മരിച്ചിരുന്ന നമ്മളെ ക്രിസ്തുവിൽ ഉയർപ്പിച്ചു. നമ്മൾ ലോകത്തിന്റെ കാലഗതിയെ അനുസരണക്കേടുന്ന മക്കളായിരുന്നു. അവിടെ നിന്ന് കർത്താവ് തന്റെ തിരുരക്താൽ നമ്മളെ വിടുവിച്ചു. ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിന്റെ അതിൽ മനോവികാരങ്ങൾക്ക് നടന്നവരാണ്. ഹല്ലേലൂയ. അവിടുന്നാണ് കർത്താവ് നമ്മളെ വിടുവിച്ചത്. അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്നു നമ്മളെ ക്രിസ്തുവിനോട് കൂടി കർത്താവ് ജീവിപ്പിച്ചു. ക്രിസ്തയേശുവിൽ നമ്മളെ ഉയർപ്പിച്ചു, സ്വർഗ സ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. കൃപയാണല്ലോ നമ്മൾ വിശ്വാസം മൂലമത്രേ നമ്മൾ രക്ഷിക്കപ്പെട്ടത്. അതിന് നമ്മളാണോ ദൈവങ്ങളെ കാരണമായത്? അല്ല. നമ്മൾ
നമ്മുടെ ഒരു നീതി പ്രവൃത്തിയല്ല, നമ്മുടെ വിശുദ്ധിയല്ല, നമ്മുടെ പാരമ്പര്യമല്ല. നമുക്ക് പെരുമ ഉണ്ടായിട്ടല്ല. By the grace of God, through the faith, all of us we got this salvation. Hallelujah. മാത്രമോ മുമ്പേ ദൂരസ്ഥരായിരുന്നു, ഇപ്പോൾ ക്രിസ്തയേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മൾ സമീപസ്ഥരായി തീർന്നിരിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് എന്താ പറയാ, സമാധാനം ലഭിച്ചു. ലോകത്തിലുള്ളവർ സമാധാനത്തിനായി ഓടുമ്പോൾ ആ ക്രൂശിലേക്കൊന്ന് നോക്കിക്കേ ദൈവമക്കളെ. ആ ക്രൂശിലൂടെ ദൈവത്തിന്റെ വലിയ സമാധാനം നമുക്ക് ലഭിക്കുകയുണ്ടായി. ഹല്ലേലൂയ. അതിന് ഇരുവശത്തെ ഒന്നാക്കി ചട്ടങ്ങളെ കൽപ്പനകളുമായി ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി വേർപാടിന്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞു. ഹല്ലേലൂയ. ക്രൂശ് മരണത്തിലൂടെ ദൈവം നമ്മളെ നിരപ്പിച്ചു. ക്രിസ്തു മുഖാന്തരം ഇന്ന് നമുക്ക് ഏകാത്മാവിനാൽ ഹല്ലേലൂയ പിതാവിലേക്ക് പ്രവേശനം ലഭിച്ചു. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മൾ അന്യരും പരദേശികളുമല്ല, നമ്മൾ ദൈവത്തിന്റെ ഭവനക്കാരത്രേ. അതിന് ക്രിസ്തുവാകുന്ന മൂലക്കല്ലിന്മേലത്രേ നമ്മൾ പണിയപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവം എത്ര വലിയ മർമ്മങ്ങളാണ് ദൈവമക്കളെ ഈ എഫേസ്യ ലേഖനത്തിൽ കിടക്കുന്നത്. നമ്മളെ എവിടുന്നാണ് കർത്താവ് വിടുവിച്ചത്? ആക്ച്വലി നമ്മൾ വർഷിപ്പ് ചെയ്യുമ്പോൾ ഹല്ലേലൂയ ആ ക്രൂശിലൂടെ എന്റെ കർത്താവ് നമുക്ക് എന്തൊക്കെയാണ് ചെയ്തത് എന്ന് ഓർത്താണ് നമ്മൾ ദൈവത്തെ വർഷിപ്പ് ചെയ്യേണ്ടത്. എന്താ പറയാ, താങ്ക്ഫുൾ ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡോട് കൂടി നമ്മൾ വർഷിപ്പ് ചെയ്യുമ്പോൾ ദൈവങ്ങളെ തീർച്ചയായിട്ടും എന്റെ അനുഭവത്തിൽ ഞാൻ നിങ്ങളോട് പറയുക, ദൈവത്തിന്റെ വലിയ സാന്നിധ്യം അവിടെ ഇറങ്ങി വരും. ആ ക്രൂശിലെ വലിയ മർമ്മങ്ങൾ, ക്രൂശിലൂടെ ദൈവ പൈതലിന്റെ കർത്താവ് ഹല്ലേലൂയ യേശു കർത്താവ് നമുക്ക് തന്ന വലിയ മർമ്മങ്ങളെ അത്രേ പൗലോസ് ആ എഫേസ്യ ലേഖനത്തിൽ പറയുന്നത്. ഹല്ലേലൂയ. ദൈവരാജ്യം നമ്മൾ ശിഷ്യന്മാരുടെ കർത്താവ് പറഞ്ഞ എന്താ പ്രാർത്ഥനയിൽ എന്താ? ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് കർത്താവിന്റെ രാജ്യം സ്വർഗത്തിലെ പോലെ ഈ ഭൂമിയിലും വരണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിന്റെ രാജ്യം ഈ ഭൂമിയിൽ വരുവാൻ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ഹല്ലേലൂയ. എന്താണ് ദൈവരാജ്യം? എന്താണ് കിങ്ഡം ഓഫ് ഗോഡ്? ഹല്ലേലൂയ. എന്താ പറയാ, സ്നേഹം, സന്തോഷം, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം, സ്നേഹം, സമാധാനം, പരിശുദ്ധാത്മാവിലുള്ള നീതിയും ഹല്ലേലൂയ സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും. ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കും നമുക്ക് ഫ്ലഷ്ലി, നമുക്ക് സോളിലൂടെ കിട്ടുന്ന സന്തോഷമായിരിക്കും. ഹല്ലേലൂയ. കർത്താവ് അവിടെ ഉദ്ദേശിച്ചത് ഹല്ലേലൂയ പൗലോസിന് അത് വെളിപ്പെടുത്തി കൊടുത്തു. എന്താണ്? ഹല്ലേലൂയ ആത്മാവിലുള്ള സന്തോഷം. ഹല്ലേലൂയ. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാൽ നമ്മളെ അനുഗ്രഹിച്ചത്, സ്വർഗത്തിലെ സന്തോഷം ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും കൊണ്ടുവരുവാനാണ്. ഹല്ലേലൂയ. നമ്മൾ ഈ സോളിൽ, നമ്മുടെ ഈ ഫ്ലഷിൽ നമ്മൾ ഒരു കാർ വാങ്ങി, ഒരു ഭവനം വാങ്ങി, അല്ലെങ്കിൽ കുറച്ച് ക്യാഷ് നമ്മുടെ അക്കൗണ്ടിൽ വരുമ്പോൾ കിട്ടുന്ന സന്തോഷമല്ല. ആത്മാവിലെ സന്തോഷം ഈ ലോകത്തിൽ നമ്മൾ എത്രയൊക്കെ സിറ്റുവേഷൻസ് വേഴ്സ്റ്റ് ആണെങ്കിലും അതിന്റെ നടുവിലും ക്രിസ്തുവിന്റെ സമാധാനത്താൽ ഹല്ലേലൂയ സ്വർഗം നമ്മളെ നിർത്തും. അതാണ് യഥാർത്ഥ സന്തോഷം. ആ സന്തോഷമാണ് ദൈവരാജ്യത്തെ കുറിച്ച് സ്വർഗത്തിലെ കർത്താവ് പറയുന്നത്. ഹല്ലേലൂയ. നമ്മള് ഹല്ലേലൂയ റോമാലേഖനം 5:17 നമ്മൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണു എങ്കിൽ കൃപയുടെ നീതിദാനത്തിന്റെ സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. ഹല്ലേലൂയ. ആത്മാവിൽ സന്തോഷിക്കുന്നവർ. ഹല്ലേലൂയ. ആത്മാവിലുള്ള സന്തോഷം നമുക്ക് ലഭിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട് നമ്മൾ നിറയപ്പെടും. നമുക്ക് അതിനൊരു ഉദാഹരണമായിട്ട് നമുക്ക് പറയാം. നമ്മളൊരു പൂന്തോട്ടത്തിൽ കുറെ പൂക്കൾ വിരിഞ്ഞിരിക്കുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ ആ പൂക്കൾ പൊഴിഞ്ഞു പോയി വീണ്ടും അടുത്ത പൂക്കൾ വരാനായി കാത്തിരിക്കണം. അത് ജസ്റ്റ് ഒരു ഗാർഡനാണ്. പക്ഷേ ദൈവരാജ്യത്തെ കുറിച്ചുള്ള അബണ്ടൻസ് എന്ന് പറയുന്നത് ഫോറസ്റ്റ് ആണ്. ഫോറസ്റ്റിൽ ഒരിക്കലും ഒരു കുറവ് വരുന്നില്ല, എപ്പോഴും അബണ്ടൻസ് ആണ്.
ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും ഫ്ലവേഴ്സ് ആണെങ്കിലും അബണ്ടൻസ് ആണ്. അതാണ് കർത്താവ് പറഞ്ഞത്. ഹല്ലേലൂയ, ഞാൻ വന്നത് ഹല്ലേലൂയ ജീവൻ നൽകുവാൻ, സമൃദ്ധിയായി ജീവൻ നൽകുവാൻ. ആ സമൃദ്ധി ഹല്ലേലൂയ നമ്മളിലൂടെ ഒഴുകണമെങ്കിൽ ദൈവമക്കളെ നമ്മൾ ആത്മാവിൽ ഹല്ലേലൂയ സന്തോഷിക്കുന്നവരാവണം. ദൈവരാജ്യത്തിൽ ഹല്ലേലൂയ ആ നീതിയും ഹല്ലേലൂയ സമാധാനം പരിശുദ്ധാത്മാവിലുള്ള സന്തോഷത്താലും നമ്മൾ ഓരോ നിമിഷവും നയിക്കണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ, നമുക്ക് നീതീകരണം ലഭിച്ചത് എങ്ങനെയാണ്? യേശുക്രിസ്തുവിന്റെ രക്തത്തിലൂടെയാണ്. ഹല്ലേലൂയ. പക്ഷെ നമ്മൾ നീതി ആയി എങ്ങനെ? ആ ക്രൂശിലൂടെ. ആ നീതി നമുക്ക് വെളിപ്പാടായി ലഭിക്കുമ്പോഴാണ് നമുക്ക് സകലത്തെ ജയിക്കുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ട്രൂ വർഷിപ്പ് എന്ന് പറയുന്നത് ഹല്ലേലൂയ അതാണ് ദൈവമക്കളെ. ഹല്ലേലൂയ, നമ്മുടെ ഹൃദയം എപ്പോഴും ഏതവസ്ഥയിലും, ഞാൻ എന്നെ ഉൾപ്പെട്ടാ പറയുന്നത്, ഹല്ലേലൂയ ആ ദൈവരാജ്യത്തിന്റെ സന്തോഷവും സമാധാനവും. ഹല്ലേലൂയ, നമുക്കറിയാം ഒരു കടൽ ഹല്ലേലൂയ കലങ്ങി മറിയുന്നത് എന്തൊക്കെ കാരണങ്ങൾ ഉണ്ടായിരിക്കും? ഹല്ലേലൂയ. ഒന്ന് സൺ മൂൺ അതിന്റെ അട്രാക്ഷൻ അതുകൊണ്ട്, പിന്നെ കാറ്റിനാൽ, ഹല്ലേലൂയ, പിന്നെ എന്താണ് ഹല്ലേലൂയ ഹല്ലേലൂയ ആ കടലിന്റെ ഓളങ്ങൾ കാരണം. ഹല്ലേലൂയ, അങ്ങനെ വരുമ്പോൾ ഈ 4 കാരണങ്ങൾ കൊണ്ട് കടൽ ഇളകി മറിയും. എന്നാൽ അതിൽ ക്രിസ്തുവിന്റെ സമാധാനം, അതിൽ ഉള്ളിൽ ക്രിസ്തുവിന്റെ സന്തോഷം, ആത്മാവിലുള്ള സന്തോഷം ഉള്ള ഒരു ദൈവപൈതൽ ഏത് സിറ്റുവേഷന്റെ നടുവിലും ഹല്ലേലൂയ ധൈര്യത്തോടെ ഹല്ലേലൂയ ക്രിസ്തുവിനുള്ള ആ നീതിയിൽ, സമാധാനത്തിൽ, സന്തോഷത്തിൽ നിൽക്കുവാൻ സാധിക്കും. ഹല്ലേലൂയ. ഓ റികോ റസിഖാരബ. അതുകൊണ്ടാണ് സ്ഥിരതയോടെ ഹല്ലേലൂയ വിശ്വസ്തയോടെ ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കണമെന്ന് പറയും. ദൈവരാജ്യ സന്തോഷം ആത്മാവിലുള്ള സന്തോഷമാണ്, അത് സോളിലുള്ള ഹാപ്പിനെസ് അല്ല. ഹല്ലേലൂയ. സോളിൽ നമുക്ക് വരുന്ന സന്തോഷം, നമുക്ക് ഇതൊന്നും മെറ്റീരിയൽ തിങ്സ് നമുക്ക് കിട്ടാതിരിക്കുമ്പോൾ ആ സന്തോഷം നഷ്ടമാവും ദൈവമക്കളെ. പക്ഷേ ദൈവരാജ്യ പരിശുദ്ധാത്മാവിലൂടെയുള്ള ആത്മാവിലുള്ള നമ്മുടെ ഉള്ളിലെ ആ സമാധാനം ഹല്ലേലൂയ അത് ഒരിക്കലും നഷ്ടമാകുവാൻ ഇടവരരുത്. അതിന് നമ്മൾ ശക്തമായ ആത്മാവിലുള്ള അന്യഭാഷയിലുള്ള പ്രാർത്ഥനയും വചനധ്യാനവും വചനം കേൾക്കുകയും ഹല്ലേലൂയ ഓ റികോ റസ്യ ദൈവപാദ പീഠത്തിലിരുന്ന് കർത്താവിനെ വചനം ധ്യാനിക്കുന്നതിലൂടെ ഹല്ലേലൂയ നമുക്ക് അത് മാത്രമല്ല വചനത്തിന്റെ ആഴത്തിലുള്ള നമ്മൾ കേൾക്കുന്നത് പലതും നമുക്ക് ഇൻഫർമേഷൻ ആയിട്ടാണ് ഉള്ളിൽ വരുന്നത്. അത് നോളജായി, അത് റെവലേഷനായി നമ്മുടെ ഉള്ളിൽ വരുമ്പോഴാണ് ദൈവമക്കളെ അവിടെ തീ കത്തും. ഹല്ലേലൂയ. ആ വെളിപ്പാടിൽ നിന്ന് നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ആ യാഗപീഠത്തിൽ തീ ഇറങ്ങും. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം കൊണ്ട് നിറയപ്പെടും. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ മഹത്വത്തിന്റെ നടുവിൽ ഹല്ലേലൂയ നമ്മുടെ എല്ലാ ഫ്ലഷ്ലി ഹല്ലേലൂയ ഫ്ലഷ്ലി എല്ലാ സ്വഭാവങ്ങളെയും അങ്ങനെ ആ തീയിലൂടെ നമുക്ക് ജയിക്കാൻ കഴിയും. ഹല്ലേലൂയ. ഓ ആ ജീവിതം നമ്മളെ ഒരു വിക്ടോറിയസ് ക്രൈസ്റ്റ് സെന്റേർഡ് ലൈഫ് നയിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. പലപ്പോഴും ഞാൻ വിചാരിക്കും കർത്താവേ എന്തെല്ലാം തീയിലൂടെ, ഏതെല്ലാം പ്രതികൂലങ്ങളിലൂടെ, ഏതെല്ലാം പ്രയാസങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്നു അപ്പാ, ഇതിന് എന്താണ് ഒരു ഹല്ലേലൂയ ഓ റികോ റസ്യ. നമ്മുടെ പഴയ നിയമം പുതിയ നിയമം ഒക്കെ പഠിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി മക്കളെ. ഒരുപാട് തീയിലൂടെ, ഒരുപാട് പ്രതികൂലങ്ങളിലൂടെ, ഒരുപാട് പരീക്ഷകളിലൂടെ കടന്നു പോകുന്നവരുടെ ഉള്ളിലാണ് വാഗ്ദത്തം ജനിച്ചു വരുന്നത്. ഉദാരക സന്ദർഭ ഉദാരക ശിഖാർ അമരസ്യന്തരമേ ഇസഹാക്ക് ജനിച്ചത് ഹല്ലേലൂയ, അന്നയിൽ ഹല്ലേലൂയ പ്രവാചകൻ ജനിച്ചത് എല്ലാം ഹല്ലേലൂയ ശക്തമേറിയ കാറ്റടിച്ച് ശക്തമേറിയ പ്രതികൂലങ്ങൾ അവൻ ഞെരിഞ്ഞ് തകരുമെന്ന് തീരുന്ന സമയത്താണ് ആ വാഗ്ദത്തം പുറത്തു വന്ന ദൈവങ്ങളെ. ഈ ദിവസങ്ങൾ നമ്മൾ വാഗ്ദത്തങ്ങളിലേക്ക് നമ്മൾ ചുവടുവെക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രതികൂലങ്ങൾ നിങ്ങൾ പ്രയാസപ്പെടും, നിങ്ങൾ മാറപ്പെടേണ്ട. ഹല്ലേലൂയ. ഈ ദൈവരാജ്യത്തിൽ കർത്താവിന്റെ രാജ്യം നമ്മുടെ ഈ ഭൂമിയിൽ നമ്മൾ കൊണ്ടുവരുവാൻ നോക്കുക. പൗലോസ് പറഞ്ഞതുപോലെ ഹല്ലേലൂയ നമ്മളെ ഒരു വലിയ മിസ്റ്ററി പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ തന്ന എഫെസ്യ ലേഖനത്തിന് ഒരു ചെറിയൊരു ഭാഗം ധ്യാനിച്ചപ്പോഴാണ് ഇത്രയും കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്നത്. അപ്പൊ നിങ്ങൾ അത് മുഴുവൻ ധ്യാനിക്കുമ്പോൾ നമ്മൾ ക്രിസ്തുവിൽ ആരാണ്? ഹല്ലേലൂയ. ക്രിസ്തുവിൽ ക്രൂശിലൂടെ കർത്താവ് നമുക്ക് എന്തെല്ലാം
കാര്യങ്ങൾ ചെയ്തു എന്ന് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ആരാധനയിൽ തീ കത്തും. ഹല്ലേലൂയ. ദൈവത്തിന്റെ വലിയ അഗ്നി ഇറങ്ങും അവിടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വലിയ സാന്നിധ്യം, ദൈവത്തിന്റെ വലിയ ഗ്ലോറി, വലിയ പ്രസൻസ് അവിടെ ഇറങ്ങുവാൻ ഇടയാകും. ഹല്ലേലൂയ. കർത്താവ് ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. കർത്താവേ, let us live a Christ-centered life, Daddy. ഞങ്ങളുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ അതിനെ സഹായിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ സോളിലുള്ള മെറ്റീരിയൽ, ഈ ലോകത്തിലുള്ള സന്തോഷങ്ങളല്ല കർത്താവേ, സ്വർഗീയ സന്തോഷത്താൽ കർത്താവ് ഞങ്ങൾക്ക് തന്ന എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളും കർത്താവിന്റെ പർപ്പസ് ഈ ഭൂമിയിൽ നിറവേറുവാൻ കർത്താവ് ഞങ്ങളെ തന്നെ ഇന്ന് രാത്രി ഏൽപ്പിച്ചു തരുന്നു. ഈ വചനങ്ങളാ ദൈവം ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ കർത്താവേ. എല്ലാവർക്കും കർത്താവേ ക്രൈസ്റ്റ് സെന്റേർഡ് ലൈഫ് ലീഡ് ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഓരോരുത്തരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സകല പ്രാർത്ഥനയെ ആശ്രയിപ്പിച്ചുകൊണ്ട് കൃപയ്ക്കായി സ്തോത്രം. സാധനം ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ച യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ നടുവില് ഹല്ലേലൂയ ശക്തമേറിയ ഒരു പ്രോഫറ്റ് ലിവിൻ പാസ്റ്റർ എപ്പോഴും നമ്മുടെ നടുവിൽ വരുന്നതാണ്. ഇന്ന് രാത്രിയും പരിശുദ്ധാത്മാ